എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഇടാൻ നോക്കുകയാണ് കേട്ടോ, ചായ കുടിക്കാൻ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചു കുടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഏട്ടനുള്ള ചായ ഞാൻ അതിൽ വെച്ചു. ഞാൻ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഏട്ടൻ എണീക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ അപ്പാക്കിയാൽ പോരെയെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ചായ വെച്ച് കഴിഞ്ഞിട്ടാട്ടോ ഏട്ടന് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്നിരുന്നു. ഞാനിങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഉമ്മർത്തിരിക്കണം കേട്ടോ. എനിക്ക് അതാണ് ഇങ്ങനെ ഇഷ്ടം. എന്താ വെച്ചെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ടൊക്കെ കേട്ടോ ഞാൻ എണീറ്റ് പോയി കുറച്ച് നേരം ഫോൺ നോക്കി എന്നിട്ടൊക്കെയാണ് ഞാൻ പണികൾക്ക് കിടക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നത്തെയും പോലെ ഞാനിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്ക് ഏട്ടൻ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബെഡൊക്കെ വിരിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വേഗം ബെഡൊക്കെ വിരിച്ച് വെച്ചു. പിന്നെ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുപോകാം. അപ്പോൾ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം പണികൾക്ക് കടന്നു കേട്ടോ. ഇന്ന് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ രാവിലേക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ദോശയും അപ്പുറത്ത് ചമ്മന്തീൻ്റെ പരിപാടി ഞാൻ നോക്കി വേഗം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദോശയെ കഴിക്കുള്ളൂ, ഇഡ്ഡലി കഴിക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയ എണ്ണയിൽ ഞാൻ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2-3 മുളക് വറുത്തു കേട്ടോ. പിന്നെ ഉപ്പേരിയും കൂട്ടാനും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കി. ചെറുപയർ ഉപ്പേരിയും പിന്നെ കടലക്കൂട്ടാനാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അതും പിന്നെ ഒരു മുളക് വറുത്തതും ആക്കി കേട്ടോ. പിന്നെ ഏട്ടൻ പോയപ്പോൾ ഞാൻ വേഗം കഴിക്കായിരുന്നു കേട്ടോ, കാരണം വിശപ്പുണ്ടായിരുന്നു നല്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി പണികൾ നോക്കാമെന്ന് വിചാരിച്ച് വേഗം പോയി പാത്രമൊക്കെ കഴുകി ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാൻ നിന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ മാലയിട്ട കാരണമൊക്കെ രാവിലെയൊക്കെ നേരത്തെ കുളിക്കായിരുന്നു. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞും മെല്ലെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കുളി പിച്ചക്കുളി എന്ന് പറയണ പോലെ ഉച്ചയ്ക്ക് തന്നെ ആവട്ടെ എൻ്റെ കുളി. അപ്പം ഞാൻ വേഗം ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വെയിൽ വരാൻ തുടങ്ങി കണ്ടില്ലേ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ച് കഴിഞ്ഞു കേട്ടോ. തുടച്ചിട്ട് മെല്ലെ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച കാരണം പിന്നെ മെല്ലെ കുളിച്ചാലും മതിയല്ലോ, 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ തുടച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ തുടച്ചത്. അങ്ങനെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് ചെടി നനയ്ക്കാൻ വേണ്ടി പോയി. കുറച്ച് പൂക്കളുണ്ടല്ലോ, അപ്പം നമ്മുടെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ പൂക്കളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പൂച്ചെടി, പൂക്കൾ. ഈ ഇലകളെക്കാട്ടിയും കൂടുതലും ഈ പൂ വിരിയണ ചെടികളാട്ടോ എനിക്ക് കൂടുതലിഷ്ടം. ഇത് നമ്മുടെ വീട്ടിലത്തെ ചെടികളാണ് കേട്ടോ. 10 മണി 2-3 കളറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടോ. അത് 10 മണി ശരിക്കും വേനൽക്കാലത്താണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഇതൊരു കാശിത്തുമ്പയുടെ ചെടിയാട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ചെടിയിൽ നിന്ന് 3 തല വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ ചെടികളിലും ഓരോ തലയേ ഉള്ളൂ, പക്ഷേ ആ ഒരു ചെടിയിൽ മാത്രം 3 തല പോലെ വന്നിട്ടോ. അതൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നി. ഇത് പിന്നെ നമ്മൾ ഓണത്തിന് പൂ മേടിക്കില്ലേ, ആ പൂവിൽ നിന്ന് വിത്തിട്ടിട്ട് ഉണ്ടായ പൂവാട്ടോ. അത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അത് ആദ്യമായിട്ട് വരുന്നതാണത്. പിന്നെ കുറച്ച് ചെടികൾ തിണ്ടത്തോടെയും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താമര ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷെ അത് ആദ്യം നല്ല ഉണ്ടായി, പിന്നെ അതിൻ്റെ കരിഞ്ഞു പോയിട്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. വേഗം തലയൊക്കെ തുറത്തി വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് പോയി. അപ്പോൾ ഞാൻ വേഗം കുളി കഴിഞ്ഞിട്ട് റെഡി ആയിട്ടോ. ഒന്ന് പൊട്ടും കുറിയൊക്കെ ഇട്ടു. ഞാൻ എപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എനിക്ക് പൊട്ടും കുറി ഒക്കെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ പോയി കുറച്ച് തിരുമ്പാണ്ടായിരുന്നു ഇട്ട ഡ്രസ്സില്ലേ. ബാക്കിയുള്ളതൊക്കെ നേരത്തെ തിരുമ്പി. ഇത് ഞാൻ ഇട്ട ഡ്രസ്സാട്ടോ, കുളിക്കുന്ന മുന്നേ ഇട്ട ഡ്രസ്സാണ് രാവിലെ. അത് തിരുമ്പിയിട്ടു. അത് തിരുമ്പി തോരിയിടാൻ വേണ്ടിയിട്ട് നടന്നു കേട്ടോ. അവിടെ സൈഡിൽ നമ്മുടെ കുറേ മരങ്ങളൊക്കെ കാരണം അത്ര വെയിലൊന്നും വരില്ല, എന്നാലും അവിടെ ആ പാടൊക്കെ ആയ കാരണേ അവിടെ നല്ല കാറ്റ് വീശും. അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും ഡ്രസ്സുകളൊക്കെ. പിന്നെ ഉമ്മറത്തൊരു അഴയാണുള്ളത്, അവിടെ അച്ഛൻ മലയ്ക്ക് പോയി വന്ന് എൻ്റെ തുണിയൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് തിരുമ്പിയിടാണ് കേട്ടോ ചെയ്തത്. പിന്നെ അങ്ങനെ ബക്കറ്റൊക്കെ കൊണ്ടുവച്ച് വന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു സൗണ്ട്, ഞാൻ വോയിസ് ഓവർ കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോത്തും കുട്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അവൻ വെറുതെ കരിയ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ മലയ്ക്ക് പോയി വന്ന കാരണം നോമ്പറക്കലാണല്ലോ. അപ്പോൾ നമ്മൾ ബീഫാണ് വാങ്ങിയത്. അതിലിടാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്തരിഞ്ഞ് കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കറിയായി. ഞാനത് വേഗം കഴിച്ചിട്ടു ഉച്ചയ്ക്കുള്ളത്. പിന്നെ ഒന്ന് ഉറങ്ങി, അത് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ
കഴിഞ്ഞ് 4 മണിയായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റു. ചായയൊക്കെ വെച്ചു ഒന്ന് ഉമ്മറത്ത് പോയിരുന്നിട്ട് എനിക്ക് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഈ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലേ എനിക്ക് ശരിയാവുള്ളൂ. അപ്പോൾ ചായ വേഗം പോയി ഉണ്ടാക്കി. പാല് വാങ്ങാൻ പോയിട്ട് അതിൻ്റെ ഇടയിൽ പാല് നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങണേ. അപ്പോൾ അതുകൊണ്ടേക്ക് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് പാടത്തേക്ക് ഇറങ്ങി കേട്ടോ. പാടത്ത് നമ്മുടെ കുറച്ച് റോഡ് സൈഡ് നമ്മൾ ഫുൾ പാടാണ് കേട്ടോ. നമ്മുടെ 4 പേരും പാടാണ്. 4 പേരല്ല, 2 സൈഡ് നമുക്ക് പാടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയി നിന്നു. അങ്ങനെ വൈകുന്നേരം കുറച്ച് നേരം അവിടെ പോയി നിൽക്കലുണ്ട്. അവിടെ പോയി നിൽക്കലുണ്ട് കേട്ടോ. കാരണം കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം കുറച്ച് നേരം അവിടെ പോയി നിൽക്കാൻ അവിടെ പോയി നിന്നു. അവിടെ നിന്ന് മേമടന്ന് ഒരു ചെടി കൊടുന്നോട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലത് കുത്തിയിടണം. അത് ഞാൻ രാവിലെ കുത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലമായിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി മേല് കഴുകി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഇരിക്കൽ തന്നെയാണ്. ഞാൻ മുഖത്തേക്ക് പിന്നെ ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ട് തേക്കുള്ളൂ. പോൺസിൻ്റെയാണ്, മറ്റേ ജെല്ലില്ല, അത് മാത്രം ഇട്ട് തേക്കുന്നുള്ളൂ രാത്രി. അത് തേച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.